ഹലോ ഫ്രണ്ട്സ് പാലക്കാടുകാരുടെ സ്വന്തം മുളക് വറുത്തപ്പുളിയുമായിട്ടാണ് ഇന്ന് വിത്രേസ് ഫാമിലി വന്നിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണിത്, ഒഴിച്ച് കറി. ഇതിനാവശ്യമായിട്ടുള്ളത് കടുക്, മുളക്, ഉലുവ, കറിവേപ്പില, ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ പുളിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയുമാണ് ഇതിലേക്ക് ആവശ്യമുള്ള സാധനം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ നല്ലൊരു ചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. എല്ലാവരും നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി വന്ന് അല്ലെങ്കിൽ 2 ദിവസം ബിരിയാണി അല്ലെങ്കിൽ ഹെവി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതങ്ങോട്ട് കിട്ടുമ്പോഴുള്ളൊരു സുഖമുണ്ട് മക്കളെ, ഒന്ന് അനുഭവിച്ചറിയണം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വേറെ നാടുകളിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക്, മുളക്, ഉലുവ, കറിവേപ്പില, ചെറിയുള്ളി, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളി ബ്രൗൺ കളർ ആവണ വരെ, നല്ല മുരിഞ്ഞ് വരണ വരെ, നമ്മുടെ വെളിച്ചെണ്ണയിൽ നന്നായി മുരിഞ്ഞ് വരണ ഈ സാധനങ്ങളെല്ലാം കൂടി നന്നായി മുരിഞ്ഞ് വരണ വരെ നമ്മൾ വഴറ്റണം. നന്നായി മുരിയട്ടെ. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു പപ്പടം മാത്രം മതി, അല്ലെങ്കിൽ നല്ല ഉണക്കൽ വറുത്തത്. സൂപ്പറാട്ടോ. വേറെ ഒരു സാധനത്തിൻ്റെയും ആവശ്യമില്ല ഇതിൻ്റെ കൂടെ. അത്രയും ടേസ്റ്റാണ് ഇത്. എനിക്കിത് നിറയെ ഒഴിച്ചിട്ട് നല്ല പ്ലേറ്റിലല്ല കേട്ടോ, നല്ല കുഴിയുള്ള പാത്രത്തിൽ ഇങ്ങനെ കഴിക്കണം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് എൻ്റെ ന്യൂജൻ മക്കൾക്ക് കൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഒഴിച്ചു കറിയാണിത്. ഭയങ്കര ഇഷ്ടമാട്ടോ എൻ്റെ കുട്ടികൾക്കൊക്കെ ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് എണ്ണയിൽ നന്നായി വഴണ്ട് വരട്ടെ. ഇതേ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ മഞ്ഞളും കൂടി ഇട്ട് ആ വെളിച്ചെണ്ണയിൽ നന്നായി മൊരിയുമ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പുളി ഒഴിച്ചു കൊടുക്കുകയാണ്. പാകത്തിന് പുളിയാണ്. ഈ ഒരു പുളി കുറച്ച് മുന്നിട്ട് നിൽക്കണം. മുളക് വറുത്ത പുളി എന്നാണല്ലോ ഇതിൻ്റെ പേര്. ശേഷം നല്ല കല്ലുപ്പിട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറച്ച് വറ്റണം. നല്ല പുളിയുടെ പച്ച ടേസ്റ്റ് മാറിയിട്ട് നല്ല തിളയ്ക്കണം. ഒരു 10 മിനിറ്റോളം തിളച്ച് വറ്റി വരണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി ഇതേ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് വറ്റുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി തിളയ്ക്കാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് ഒരു മണമുണ്ട് മക്കളെ. എൻ്റെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ എന്താ വെച്ചാൽ പറഞ്ഞറിയോ, അമ്മമ്മ ഉണ്ടാക്കണ കറിയുടെ സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്ന്. അതേ, നാട്ടിൽ പോയാൽ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും ഈ കറി. ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തന്നെ അത്ഭുതമാണ്. കാരണം ഇവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഉണ്ടാക്കി കൊടുത്ത് അമ്മ ഉണ്ടാക്കിയപ്പോഴാണ് ഇവർ ആദ്യമായിട്ട് അത് അറിഞ്ഞത് അതിനെ പറ്റിയിട്ട്. പിന്നെ അതിന് ശേഷം എനിക്കത് ഒരു എന്താ പറയുക, എനിക്കിത് സുഖമാണ്. കാരണം ഈ പരിപാടി അധികം നമുക്ക് പണിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ കറി റെഡിയായി. ദേ നല്ല കുഴിയുള്ള പാത്രത്തിലാട്ടോ ഞാൻ ചോറ് വിളമ്പണത്. എന്താ കാര്യം, ഇത് നിറയെ വേണം ഈ കറി. എന്നാലേ ആ കറിയിൽ ഇങ്ങനെ മുങ്ങി കുളിച്ചിങ്ങനെ കഴിക്കണം. അതിൻ്റെ കൂടെ മത്തി വറുത്തതും പപ്പടം, ഉണക്കമീനാട്ടോ ഇതിലേക്ക് ടേസ്റ്റ്. എൻ്റെ കയ്യിൽ ഉണക്കമീനില്ല. ഇതൊരു ഭംഗിക്ക് വെച്ചതാ, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് കൂടെ ഉണ്ട്. അതൊന്നും ഇതിലേക്കൊരു കോമ്പിനേഷൻ അല്ല കേട്ടോ. നല്ല ഉണക്കമീനും പപ്പടവും മുളക് വറുത്തപ്പുളി സൂപ്പറാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണിത്. ഓക്കെ, ബൈ.